ലോകത്ത് കണ്ടെത്തിയിട്ടുള്ള ഉപനിഷത്തുക്കളിൽ ഏറ്റവും വലിയ ഉപനിഷത്താണ് ബൃഹദാരണ്യക ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഏറ്റവും വലുത് ബൃഹത്തായതുകൊണ്ടും ആരണ്യകത്തിൽ വച്ച് രചിക്കപ്പെട്ടതായതുകൊണ്ടുമാണ് ബൃഹദാരണ്യകം എന്നൊരു പേര് അതിന് വന്നത്. അപ്പോൾ നമ്മൾ ചാന്തോക്യത്തിലൊരു കാര്യം പഠിച്ചു, നാൽപേ സുഖമസ്തി എന്നുള്ളത് ഉപനിഷത്ത് മഹർഷിമാരുടെ ഒരു വാക്യമാണ്. അല്പങ്ങളിൽ സുഖമില്ല, ബൃഹത്തായതിലാണ് സുഖം. മഹത്തായതിലും ബൃഹത്തായതിലുമാണ് സുഖം, അല്പങ്ങളിൽ സുഖമില്ല. ഫ്രാഗ്മെൻ്റലായിട്ടുള്ള അറിവുകളിലൊന്നും അല്ലെങ്കിൽ സ്കാറ്റേഡായിട്ടുള്ള നോളജിലോ ഒന്നും തന്നെ നമുക്ക് അല്ലെങ്കിൽ വൈഡായിട്ട് നമ്മൾ പല പല കാര്യങ്ങൾ ഇൻഫർമേഷൻ സീക്ക് ചെയ്തത് കൊണ്ടോ അതിലൊന്നും തന്നെ സുഖമില്ല. അതിലൊന്നും തന്നെ നമ്മൾ ഒരു സൈനസ്തേസിസ് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്, ഒരു ബാലൻസിങ് നമുക്ക് കിട്ടാറില്ല. പിന്നെ അത് ബൃഹത്തായതിലും ഏകാഗ്രമായതിലും ഒന്നിലും മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒന്നിൽ മനസ്സുറയ്ക്കുന്നവൻ്റെ ഉള്ളിൽ വിജ്ഞാനമയമായ ഒരു ലോകം തുറക്കുകയും ആ വിജ്ഞാനമയമായ ലോകത്തിൽ അവൻ സ്ഥിരമായിട്ട് നിലകൊള്ളുന്ന സമയത്ത് അത് ആനന്ദമയമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് ഉപനിഷത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള ശാസ്ത്രം പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് ഈ വിജ്ഞാനത്തിൻ്റെ താഴെയുള്ള മനോമയവും പ്രാണമയവും അന്നമയവുമായിട്ടുള്ള ലോകങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി ക്രോസ് ചെയ്ത് പോകണം. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ അതിന് ഏറ്റവും അധികം ഋഷിമാർ, സാധകന്മാർ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ഒരു ശ്രുതിയാണ് ബൃഹദാരണ്യക ഉപനിഷത്ത് എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ബൃഹദാരണ്യക ഉപനിഷത്ത് കേട്ടിട്ടില്ലാത്തവരും എല്ലാവരും അതിലെ ആ ശാന്തി മന്ത്രമായ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി 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 എന്നുള്ള മന്ത്രം കേട്ടിട്ടുണ്ടാവും. അസതോമാ സദ്ഗമയ, അസതോമാ അസത്തിൽ നിന്ന് സത്തിലേക്ക്, അസത്തിൽ നിന്ന് സത്തിലേക്ക്, അൺമാനിഫെസ്റ്റിൽ നിന്നും മാനിഫെസ്റ്റേഷനിലേക്ക്, ഭാവത്തിൽ നിന്നും രൂപത്തിലേക്ക്. അല്ലേ? നമ്മളൊരു വാക്ക് പറയുമ്പോൾ അത് ഭാവത്തിൽ നിന്നും രൂപത്തിലേക്ക് വരികയാണ്, വാക്കിൻ്റെ രൂപം. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു ഭാവം, ഒരു സങ്കല്പം അത് രൂപം പ്രാപിക്കുകയാണ് ചെയ്യുക. അല്ലേ? അല്ലെങ്കിൽ അത് ഭാവമായിട്ട് തന്നെ നിലകൊള്ളും. അങ്ങനെ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ, പ്രകാശത്തിലേക്ക്. അല്ലേ? നമ്മൾ വിഷ്ണുവിനെ ആരാധിക്കുന്നവരെ കുറിച്ച് പറയാറുണ്ട്, വിഷ് എന്താണ്? വ്യാപിപ്പിക്കുന്നത്, വ്യാപിക്കുന്ന ചൈതന്യം, വ്യാപനശേഷിയുള്ളത്, പ്രകാശം. ആ വിഷ്ണു നമ്മളുടെ ഓരോ അജ്ഞതകളിലും ഇങ്ങനെ ലൈറ്റടിച്ച് പ്രകാശമയമാക്കി എക്സ്പ്ലോർ ചെയ്യിച്ച് നമ്മളെ കൂടുതൽ കവർ ചെയ്തെടുക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്ന രീതിയിലാക്കി തീർക്കുന്നതിനെയാണ് തമസോമാ ജ്യോതിർഗമയ എന്ന് പറയുന്നത്. തമസിൽ നിന്ന് നമ്മൾ ജ്യോതിസിലേക്ക്, കൂടുതൽ പ്രകാശത്തിലേക്ക്, കൂടുതൽ അറിവിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അല്ലേ? അങ്ങനെ ആ പ്രകാശമാണ് ഈ പറയുന്ന ജ്യോതിസാണ് ഈശാവാസ്യത്തിൽ പറയുന്ന വിദ്യ. ആ വിദ്യ കൊണ്ട് നമ്മൾ നേടുന്നത് എന്താണ്? അമൃതത്വം. വിദ്യയാം അമൃതം അശ്നുതേ, വിദ്യ കൊണ്ട് അമൃതത്വം നേടുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ. അടുത്തതോ മൃത്യോർമാ അമൃതംഗമയ, അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. മൃത്യുവിൽ നിന്ന് അമൃതത്വത്തിലോട്ട് ഗമിക്കട്ടെ, അത് വിദ്യയിലൂടെയാണ്. വിദ്യയാം അമൃതം അശ്നുതയെന്ന് വേറൊരിടത്ത് പറയുന്നു. അപ്പോൾ ഈ ഒരു മറ്റൊന്നും ആർക്കും അറിയില്ലെങ്കിലും അസതോമാ സദ്ഗമയ എന്ന് പറയുന്ന മന്ത്രം അത്രത്തോളം ഫേമസ് ആയിട്ടുള്ളത് കൊണ്ട് ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു മന്ത്രമായിട്ട് നിലകൊള്ളുന്നു. അതുപോലെ തന്നെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള മഹാവാക്യം, അതുപോലെ ചതുർമഹാവാക്യങ്ങളിൽ മറ്റൊന്നായ അയമാത്മാ ബ്രഹ്മ എന്നുള്ളത് മാണ്ഡൂക്യത്തോടൊപ്പം ഇതിലും ആവർത്തിക്കുന്നുണ്ട്. അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്ന ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. അതായത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, പ്രപഞ്ചമുണ്ടായതായ ഏത് ശക്തിയാണോ ആ ശക്തിയായ ബ്രഹ്മം തന്നെയാണ് നിൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്ന ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു അദ്വൈതം, നോൺ ഡ്യൂവലിസം, രണ്ടും ഒന്ന് തന്നെ എന്നുള്ള അവസ്ഥ, അതിനെ ഈ വ്യക്തമായിട്ട് ബൃഹദാരണ്യകം നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി അതിനകത്ത് മറ്റൊരു പ്രധാന സിദ്ധാന്തമുണ്ട്, അതാണ് നേതി സിദ്ധാന്തം. നേതി ന ഇതി,
ആണ് നേതി. ന ഇതി ആണ് നേതി എന്ന് നമ്മൾ പറയുന്നത്. ന ഇതി എന്ന് പറഞ്ഞാൽ ഇതല്ല. അപ്പോൾ ഈ നേതി എന്ന് പറഞ്ഞാൽ ഇതല്ല. എന്താണ് ഈ ഇതല്ല ഒരു സിദ്ധാന്തമാകുന്നത്? നേതി എന്ന് പറയുന്നത് സമാധി ഭാഷയ്ക്ക് മറ്റൊരു ഉദാഹരണമാണ് നേതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതല്ല എന്ന് പറയുന്നത്, ഇത് നമുക്ക് പതഞ്ജല യോഗസൂത്രങ്ങളിലും കാണാം. പതഞ്ജല യോഗസൂത്രങ്ങളിൽ സമാധിപാദത്തിലും അതുപോലെ സാധനാപാദത്തിലും, ഈ രണ്ട് പാദവും കഴിയുമ്പോൾ സാധനാപാദത്തിലൂടെ ആൾക്കാർ വിഭൂതികളിലെത്തുന്നു, സിദ്ധികളിലെത്തുന്നു. 32 അത്ഭുതകരമായ സിദ്ധികൾ മനുഷ്യനെ പ്രാപ്യമാക്കാൻ കഴിയുമെന്നുള്ളത് പറഞ്ഞു തന്നപ്പോഴും അവിടെ ഈ മഹർഷി പറയുന്നത് ഇതേ നേതി ഇതല്ല നിങ്ങളുടെ ലക്ഷ്യം, പിന്നെയോ കൈവല്യമാണ്, അല്ലാതെ വിഭൂതികളോ അല്ലെങ്കിൽ മാജിക്കോ സിദ്ധികളോ ഒന്നുമല്ല. സിദ്ധികൾ കാണിച്ച് മജീഷ്യനാവാൻ വേണ്ടിയല്ല സാധന ചെയ്യുന്നത്, പിന്നെയോ വിഭൂതികൾക്കപ്പുറം പോയി അവിടെ നമ്മുടെ അഹന്ത കൊണ്ട് അതിനെ തളച്ചിടാതെ അതിനപ്പുറം പോയി കൈവല്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തണമെന്നുള്ളതാണ് നമ്മുടെ യോഗസൂത്രങ്ങളിലും പറയുന്നത്. ഇവിടെ ബൃഹദാരണ്യകത്തിലും നേതി ഇതല്ല എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതല്ല എന്ന് പറയുന്നത് നമ്മൾ സാധനയുടെ ഓരോ ഘട്ടങ്ങളിലും മനസ്സും ബുദ്ധിയും നമുക്ക് തരുന്നതായിട്ടുള്ള അറിവുകൾ, തിരിച്ചറിവുകൾ, വെളിപാടുകൾ, ഇവയ്ക്കെല്ലാം മുന്നിൽ സ്റ്റക്കായി നിൽക്കാതെ ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്, ഐ വോണ്ട് സാൽവേഷൻ, ഐ വാണ്ട് മോക്ഷ, എനിക്ക് ലിബറേഷനാണ് വേണ്ടത്, ആ ലിബറേഷന് വേണ്ടി ഈ ജീവാത്മാവിനെ ഇതിൻ്റെ വർഷങ്ങളായിട്ടുള്ള ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള കർമ്മ സംസ്കാരത്തിൽ നിന്നും മോചിപ്പിച്ച് ഫ്രീ ആവുക എന്ന് പറയുന്ന ആത്യന്തികമായ തത്വം നേടിയെടുക്കുക, ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവയെ ഡിനേ ചെയ്യുന്നത്, നിഷേധിക്കുന്നത്, നേതി എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത്. അതിനെ അങ്ങനെ നേതി സിദ്ധാന്തവും ഈ ബൃഹദാരണ്യക ഉപനിഷത്തിൽ തന്നെയാണ് വരുന്നത്. ആത്മീയമായിട്ടുള്ള ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഈ ഒരു ബൃഹദാരണ്യക ഉപനിഷത്ത് തന്നെ ഭൗതിക ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തിൽ ഭോഗാസക്തിയില്ലാതെ ഉത്തമമായിട്ടുള്ള സന്താനോൽപാദനത്തിന് വേണ്ടി മൈഥുന പ്രക്രിയയെ എങ്ങനെ ഒരു യജ്ഞമായിട്ട് ചെയ്യാമെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്തിൻ്റെ തന്നെ മറ്റൊരു മുഖമാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഇവിടെ വിശദീകരിക്കുന്നില്ല. കാരണം ഒന്നാമത് നമുക്ക് ഈ ഒരു ബൃഹദാരണ്യകം വളരെ ഡീപ്പാണ്. ഇനി നമുക്ക് ഇപ്പോൾ നിങ്ങൾ ബൃഹദാരണ്യക ഉപനിഷത്തെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് അസതോമോ സദ്ഗമയ എന്ന് പറയുന്ന ശാന്തിമന്ത്രം, അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്ന മഹാവാക്യങ്ങൾ, നേതി എന്ന് പറയുന്ന സിദ്ധാന്തം, ഇത് ഇത്രയും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബൃഹദാരണ്യകത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മിക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും അധികം ആദരവോടുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പേരാണ് യാജ്ഞവൽക്യൻ എന്ന് പറയുന്ന മഹർഷി. വസിഷ്ഠനും വിശ്വാമിത്രനും തുടങ്ങി അരവിന്ദ മഹർഷി, ശ്രീരാമകൃഷ്ണ പരമഹംസനും വിവേകാനന്ദനും വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ സന്യാസി ഋഷി പരമ്പരയിൽ ഏറ്റവും ആദ്യം പോയി നോക്കിയാൽ കാണുന്ന ഒരു മഹർഷിയാണ് പിപ്പലാദനും യാജ്ഞവൽക്യനും ഒക്കെ. അതിൽ തന്നെ യാജ്ഞവൽക്യൻ എന്ന് പറയുന്ന മഹർഷി വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സവിശേഷമായിട്ടുള്ള പ്രാധാന്യമർഹിക്കുന്നൊരു വ്യക്തിയാണ്. ഈ യാജ്ഞവൽക്യൻ അന്ന് വരെ ഉണ്ടായിരുന്ന ആ എല്ലാ സ്കൂൾ ഓഫ് തോട്ട്സിനെയും ക്രമീകരിച്ച് ഇനി വരാൻ പോകുന്ന ചിന്തകർക്ക്, മഹർഷിമാർക്ക് എല്ലാം തന്നെ ഒത്തിരി കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ കോൺട്രവേഴ്സിയും മാറ്റി അത്രയേറെ ക്ലാരിറ്റി ഓഫ് മൈൻഡോടുകൂടി ധ്യാനത്തിലൂടെ ഋതമായിട്ടുള്ള ചിത്തത്തോടു കൂടി തൻ്റെ സങ്കല്പങ്ങളും തൻ്റെ കൺസെപ്റ്റ്സും തൻ്റെ ധ്യാനാനുഭവങ്ങളും എല്ലാം പ്രസൻറ്റ് ചെയ്ത ഒരാളാണ്. ഒട്ടും നിസ്സാരനായിട്ടുള്ളൊരു വ്യക്തി അല്ലായിരുന്നു. ജനക മഹാരാജാവിൻ്റെ രാജസദസ്സിലെ ഗുരുവായിരുന്നു യാജ്ഞവൽക്യൻ. അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള സംവാദങ്ങളിൽ അദ്ദേഹത്തെ ആർക്കും തന്നെ പരാജയപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. സാധാരണ ഒരു സംവാദം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട്. പണ്ട് കാലത്ത് രാജകൊട്ടാരത്തിലുള്ള ഒരു വിനോദം പോലുള്ള ഒരു കാര്യമായിരുന്നു ഈ സംവാദങ്ങൾ. അപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ വന്ന് രാജസദസ്സിലിരിക്കും. ജനക മഹാരാജാവ് ഒരു രാജർഷിയായിരുന്നു. അദ്ദേഹം തന്നെ ഒരു വലിയൊരു ഇത്തരം കാര്യങ്ങളിൽ വലിയ ഒരു ഋഷി മനസ്സുള്ള ഒരാളായിരുന്നു. അപ്പോൾ
ഈ ജനക മഹാരാജാവിന് അതുകൊണ്ട് തന്നെ ഇത്തരം അങ്ങനെ താല്പര്യമുള്ളാകുമ്പോഴാണല്ലോ അവർ കൂടുതൽ അത്തരം സംവാദങ്ങളൊക്കെ സംഘടിപ്പിക്കുക. അങ്ങനെ രാജസദസ്സിൽ സംഘടിപ്പിക്കുന്ന സംവാദങ്ങൾ വരുമ്പോൾ യാജ്ഞവൽക്യൻ അപ്പോൾ ആദ്യം തന്നെ മഹാരാജാവ് പ്രഖ്യാപിക്കും, ഇന്നത്തെ സംവാദത്തിൽ ജയിക്കുന്ന ആൾക്ക് 1000 പശുക്കൾ സമ്മാനം എന്ന് പറയുമ്പോൾ ഓരോരോ ഋഷിമാർ വന്നിരിപ്പുണ്ട്. അപ്പോൾ യാജ്ഞവൽക്യൻ ഇങ്ങനെ ശിഷ്യന്മാരുമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ യാജ്ഞവൽക്യൻ ഉടനെ പറയും, സംവാദത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ച് കഴിയുമ്പോഴേക്കും യാജ്ഞവൽക്യൻ പറയും, ശിഷ്യന്മാരോട് പറയും, ആ പശുക്കളെല്ലാം എടുത്തുകൊണ്ട് ആശ്രമത്തിൽ പൊയ്ക്കോളാൻ പറയും. എന്താ അങ്ങനെ? അപ്പോൾ സംവാദമൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ യാജ്ഞവൽക്യൻ അവിടെ അഹങ്കാരമല്ല കാണിക്കുന്നത്, പിന്നെ അദ്ദേഹം അത്രത്തോളം കോൺഫിഡൻ്റ് ആണ്, എന്നെ ഈ സംവാദങ്ങളിൽ ആർക്കും തന്നെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പല സംവാദങ്ങളും അതിന് തെളിവുകളായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയൊരു സംവാദം, ഈ 2 സംവാദങ്ങൾ, ജനക മഹാരാജാവുമായിട്ടുള്ള സംവാദവും അതുപോലെ ജനക മഹാരാജാവിൻ്റെ രാജസദസ്സിൽ വന്നിരിക്കുന്ന ഋഷിമാരുമായിട്ടുള്ള സംവാദവും നമുക്ക് ബൃഹദാരണ്യകോപനിഷത്തിൽ കാണാൻ കഴിയും. അതിൽ വളരെ പ്രശസ്തമായ ഒരു സംവാദമാണ് ഗാർഗി എന്ന് പറയുന്ന ബ്രഹ്മവാദിനിയുമായിട്ട് യാജ്ഞവൽക്യൻ നടത്തുന്ന സംവാദം. അവിടെയാണ് നമ്മൾ അന്നത്തെ കാലത്ത്, ആ വൈദിക കാലഘട്ടത്തിൽ, നമ്മളിപ്പോഴും പറയാറുണ്ട് സ്ത്രീകളെയൊക്കെ അടിച്ച് തകർത്ത് ഓരോ മൂലയിലിട്ടിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ആ കാലഘട്ടത്തിൽ ഉള്ള ഏറ്റവും ഉയർന്ന ചിന്ത, ഏറ്റവും ഉയർന്ന ജ്ഞാനം കരസ്ഥമാക്കിയിരുന്ന ആളുകളാണ് ഈ ഗാർഗിയും മൈത്രേയിയും പോലുള്ള ബ്രഹ്മവാദിനികൾ. അങ്ങനെ യാജ്ഞവൽക്യൻ ഓരോ ആൾക്കാരുടെ ആ സംവാദത്തിൽ ഓരോ ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗാർഗി വന്ന് ഓരോ കാരണങ്ങളുടെയും കാരണങ്ങൾ എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുന്നത്. ഓരോന്നിൻ്റെയും കാരണം എന്താണ്? ഓരോ കാരണത്തിനും ഓരോ കാരണമുണ്ട്. ഓരോ കാര്യങ്ങൾക്കും ഓരോ കാരണങ്ങളുണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? കോസ് ആൻഡ് എഫക്റ്റ് തിയറി എന്ന് പറയും. ഒരു കാര്യത്തിൻ്റെ പിറകിൽ ഒരു കാരണമുണ്ടായിരിക്കാം. പക്ഷേ ആ കാരണം പിന്നെ അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ ഈ കാരണം കാര്യമായി മാറി. എ എന്ന കാര്യത്തിൻ്റെ കാരണം ബി ആണെങ്കിൽ ബിയുടെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബി കാര്യമായി മാറിയില്ലേ, അല്ലേ? അത് സി ആണെങ്കിൽ സിയുടെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ സി കാര്യമായി മാറി. ഇങ്ങനെ ചോദിച്ച് പോകുമ്പോൾ അവസാനം എത്തുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ പ്രജാപതി ലോകങ്ങൾ എന്ന് പറയും. ഇതെല്ലാം നമ്മൾ അവയർനെസ്സുമായിട്ട് കണക്ട് ചെയ്ത്, ബോധവുമായിട്ട് കണക്ട് ചെയ്ത് വേണം ചിന്തിക്കുവാൻ. അപ്പോൾ പ്രജാപതി ലോകങ്ങളുടെ കാരണം എന്താണ് എന്ന് അവസാനം ഗാർഗി ചോദിക്കുമ്പോൾ യാജ്ഞവൽക്യൻ മറുപടി കൊടുക്കുന്നു, എന്താണ്? ബ്രഹ്മലോകമാണ് പ്രജാപതി ലോകങ്ങൾക്ക് കാരണമായത്. അവിടെയാണ് ഗാർഗി വീണ്ടും ചോദിക്കുന്നത്, ബ്രഹ്മലോകങ്ങൾക്ക് കാരണമില്ലേ, അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ യാജ്ഞവൽക്യൻ പറയുന്നു, നീ അതിപ്രശ്നം ചോദിക്കരുത്, നിൻ്റെ തല താഴെ വീഴും എന്ന് പറയും. ഇതൊക്കെ വളരെ ഫേമസ് ആണ്. അവിടെ നിൻ്റെ തല താഴെ വീഴും എന്ന് പറയുന്നത് നിൻ്റെ തല വെട്ടി അരിഞ്ഞ് താഴെ ഇടുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ബുദ്ധി അതിനപ്പുറത്തേക്ക് പോകില്ല. ബുദ്ധിക്ക് ഇതിനപ്പുറം പോകാൻ യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന് പറയുന്ന കേനോപനിഷത്തിൽ പറയുന്നത് പോലെ വാക്കിനും മനസ്സിനും ഇതിനപ്പുറത്ത് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാജ്ഞവൽക്യൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു യാജ്ഞവൽക്യ ഗാർഗി സംവാദം എന്ന് പറയുന്നത് ബൃഹദാരണ്യകോപനിഷത്തിലെ വളരെ രസകരമായിട്ടുള്ള, ആവേശോജ്ജലം എന്നൊക്കെ പറയാവുന്ന ഒരു എപ്പിസോഡാണ്. അടുത്തതായിട്ട് നമുക്ക് ബൃഹദാരണ്യകോപനിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നെന്ന് പറയുന്നത്, യാജ്ഞവൽക്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു. മൈത്രേയി എന്നും കാത്യായനി എന്നും പറഞ്ഞ് 2 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ യാജ്ഞവൽക്യൻ ഗുരു ആയിരുന്നുവെങ്കിലും ഗാർഹസ്ഥ്യ ജീവിതം നയിച്ചിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും സന്യാസത്തിലേക്ക് പോകാമെന്നുള്ള ഒരു തീരുമാനമെടുത്ത് പൂർണ്ണ സന്യാസത്തിലേക്ക് പോകണം എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തൻ്റെ ഭാര്യമാരോട്, കാത്യായനിയോടും മൈത്രേയിയോടും, ഞാനിതാ പിന്നെ പൂർണ്ണ സന്യാസത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ യാജ്ഞവൽക്യൻ വളരെ ധനികനായിരുന്നു. എൻ്റെ സ്വത്തെല്ലാം ഇനി നിങ്ങൾക്കുള്ളതാണെന്ന് പറയുമ്പോൾ മൈത്രേയി ചോദിക്കുന്നു, ഈ ധനം കൊണ്ട്, ഈ സ്വത്തെല്ലാം കൊണ്ട്, ഈ ധനം കൊല്ലാം കൊണ്ട് ആത്മശാന്തി നമുക്ക് ലഭിക്കുമോ? അങ്ങില്ലാത്ത ഈ ലോകത്ത് ആത്മശാന്തി നമുക്ക് ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ
മൈത്രേയി യാജ്ഞവൽക്യൻ പറയുന്നു, നിശ്ചയമായും ധനം നിനക്ക് ശാശ്വതമായിട്ടുള്ള ശാന്തി നൽകുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്നാൽ അതിനെന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അപ്പോഴേക്കും കാത്യായനി പറയും, അങ്ങ് ഞങ്ങളുടെ ഭർത്താവാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്, ഞങ്ങൾ ഇത്രയും കാലം അങ്ങയെ സ്നേഹിച്ചു പരിചരിച്ചു, ഇപ്പോൾ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. അപ്പോഴാണ് യാജ്ഞവൽക്യൻ വളരെ ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. വളരെ റെലവൻ്റായിട്ടുള്ള, എല്ലാ കാലത്തും റെലവൻ്റായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. നീ കാമിച്ചതും സ്നേഹിച്ചതും നിൻ്റെ ഭർത്താവിനെയാണ്. അച്ഛൻ മകനെ സ്നേഹിക്കുന്നതും മകൻ അച്ഛനെ സ്നേഹിക്കുന്നതും ബന്ധങ്ങളെയാണ്. ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവിന് പ്രിയമായത് കൊണ്ട് നമുക്കെല്ലാം പ്രിയമായിരിക്കുന്നു ഇവിടെ. അപ്പോൾ അതിനെ സ്വാർത്ഥതയുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യരുത്. അപ്പോൾ അതായത് ഞാൻ എന്നുള്ളതിൽ നിന്നും തുടങ്ങുന്ന ബന്ധങ്ങളെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ആത്യന്തികമായിട്ടത് നീ നിന്നെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നുള്ള എല്ലാ ബന്ധങ്ങളുടെയും തുടക്കത്തിലൊരു എൻ്റെ എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് അഹംബോധവുമായിട്ട് കണക്റ്റഡാണ്, നമ്മുടെ ഐഡൻറ്റിറ്റിയുമായിട്ടും ഈഗോയായിട്ടും കണക്റ്റഡാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആത്മാവിന് പ്രിയമായത് കൊണ്ടാണ് നമുക്കിത്തരം പ്രിയങ്ങളെല്ലാം തന്നെ തോന്നുന്നത്. അപ്പോൾ ഇതൊരു റിഫ്ലക്ഷൻ മാത്രമാണ്. മായയിൽ റിഫ്ലക്റ്റ് ചെയ്തുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് പ്യുവറായിട്ടുള്ള സ്നേഹമല്ല എന്നുള്ളതും, ആത്മാവിനെ പ്രിയമായിരിക്കുമ്പോൾ മാത്രമാണ് ശാശ്വതമായതിനെ നമ്മൾ പ്രണയിക്കുന്നത്. നമ്മൾ സോൾ എന്നൊക്കെ പറയുന്ന ആ ഒരു സോൾഫുൾ ലവ് എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് യാജ്ഞവൽക്യൻ അവിടെ തൻ്റെ പ്രിയ പത്നിമാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗമാണ് യാജ്ഞവൽക്യ മൈത്രേയി സംവാദമെന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും ബൃഹദാരണ്യകത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. നമ്മൾ ബൃഹദാരണ്യകോപനിഷത്ത് ഓർക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന മന്ത്രത്തെ പോലെ തന്നെ ഓർക്കേണ്ട കാര്യമാണ് യാജ്ഞവൽക്യൻ്റെയും അതുപോലെ മൈത്രേയിയുടെയും കഥ, അതുപോലെ ഗാർഗിയുടെയും യാജ്ഞവൽക്യനുമായിട്ടുള്ള സംവാദം. ജനക മഹാരാജാവും യാജ്ഞവൽക്യനും തമ്മിലുള്ളൊരു സംവാദമാണ് അടുത്തൊരു അധ്യായത്തിൽ പറയുന്നത്. അതിൽ ജനക മഹാരാജാവ് യാജ്ഞവൽക്യനോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം യാജ്ഞവൽക്യൻ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നു. ഈ ഒരു ബ്രഹ്മജ്ഞാനം നേടിയ ആളാണ് ജനക മഹാരാജാവ് എന്ന് യാജ്ഞവൽക്യൻ അവസാനം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ യാജ്ഞവൽക്യൻ തൻ്റെ രാജ്യം തന്നെ ജനക മഹാരാജാവ് തൻ്റെ രാജ്യം തന്നെ യാജ്ഞവൽക്യന് സമർപ്പിക്കുന്ന ഒരു ഭാഗമാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. ഇതിനുശേഷം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണ് അടുത്ത് വരുന്നത്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ധ ധ ധ എന്ന് പേരിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാവും. അഥവാ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ വ്യക്തമാകും. ഈ ധ ധ ധ എന്ന് പറയുന്ന ആ വരികളിലാണ് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ടി.എസ്. എലിയറ്റിൻ്റെ നൊബേൽ പ്രൈസ് കിട്ടിയ ഇംഗ്ലീഷ് കൃതിയായിട്ടുള്ള വേസ്റ്റ് ലാൻഡ് എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത് ആ വരികൾ കോട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ റെലവൻസ് എത്രത്തോളം വലുതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അത് ഈ സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇതിനുശേഷം അവസാന ഭാഗത്തോട്ട് എത്തുമ്പോൾ ഇതിനകത്ത് ചിന്തിക്കുന്നത് പറയുകയും പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു ബാലൻസിങ്, നിരന്തരമായി ഒരേ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതേക്കുറിച്ച് പറയുകയും അതുമായി ബന്ധമുള്ള പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളതായി മാറുന്നു എന്ന് പറയുന്ന ആ ഒരു തത്വം, ഒരു രഹസ്യാത്മകമായിട്ടുള്ള നിഗൂഢാത്മകമായിട്ടുള്ള ഒരു തത്വമാണത്. ഇപ്പോൾ പ്രാണ ഹീലിംഗ് പോലുള്ള കാര്യങ്ങളുടെ എല്ലാം ബേസിക് അതാണ്. എങ്ങനെയാണ് പ്രാണയിലൂടെ ഹീല് ചെയ്യുന്നത്, എനർജി ഹീലിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോൺസെൻട്രേഷനാണ്, അല്ലേ? ഇപ്പോൾ ഒരു മജീഷ്യൻ കാണിക്കുന്ന കാര്യങ്ങൾ ഒരു സാധാരണക്കാരന് കാണിക്കാൻ കഴിയില്ല. അതിൻ്റെ പല കാര്യങ്ങളും, അതിൻ്റെ രഹസ്യങ്ങളും ഒരു സാധാരണക്കാരന് അറിയില്ല. പക്ഷെ നമ്മളറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ സെൻറ്റ് തെരേസസിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു മജീഷ്യൻ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, സൈക്കോളജി പഠിക്കാൻ. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു
മജീഷ്യനാണ്. എനിക്കിപ്പോൾ പേര് ഓർമ്മ വരുന്നില്ല. ആ മജീഷ്യൻ ഒരു പണ്ട് ഭരണ കാലഘട്ടത്തിൽ രാജാവിൻ്റെ സദസ്സിൽ കാണിച്ചിരുന്ന ഒരു ചെപ്പും പന്തും എന്ന് പറഞ്ഞ് ഒരു മാജിക്ക് ഒരു ദിവസം ക്ലാസ്സിൽ കാണിച്ചു. വളരെ ഏറെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാജിക്കായിരുന്നു അത്. അപ്പോൾ അവിടെ ഇരിക്കുന്നവരെ മുഴുവനും ഒരുതരം വേറെ ഏതോ ഒരു വേൾഡിലേക്ക് എത്തിച്ചു. ഇത് കൺകെട്ടാണോ കൈയടക്കമാണോ എന്താണെന്ന് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളത്. പക്ഷേ ഈ മാജിക്ക് കാണിച്ച ശേഷം അദ്ദേഹം പറഞ്ഞത് ഏകദേശം 8 വർഷം രാവിലെ 4 മണി മുതൽ 6 മണി വരെ 2 മണിക്കൂർ നിരന്തരം ഈ ഒരു 10 മിനിറ്റുള്ള ഈ ഒരു സംഭവം കാണിക്കാനായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുപോലെ വളരെ രഹസ്യാത്മകമായിട്ടുള്ള വളരെയേറെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിരന്തരമായിട്ടുള്ള രീതിയിൽ നമ്മൾ എനർജിയുമായിട്ട് പ്രാണയുമായിട്ട് കണക്റ്റഡായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഹീലിംഗ് എനർജി, ഹീലിംഗ് പവർ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ബേസ് ശരിക്കും ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് സീക്രട്ട് പോലുള്ള പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടല്ല. വാസ്തവത്തിൽ ചാന്തോക്യോപനിഷത്തിലും ബൃഹദാരണ്യകോപനിഷത്തിലുമാണ് ഇതിനെക്കുറിച്ച് ഒരു സംശയവുമില്ലാത്ത വിധം ഈ ഊർജത്തെ എങ്ങനെയാണ് വിന്യസിപ്പിക്കുക, ഊർജത്തെ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുക, ഊർജത്തെ വാക്കുകളിലൂടെ എന്ന പോലെ തന്നെ നിശബ്ദതയിലൂടെയും കൈമാറ്റം ചെയ്യാൻ കഴിയും തുടങ്ങിയ രഹസ്യാത്മകമായിട്ടുള്ള തത്വങ്ങൾ വാസ്തവത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു ഉപനിഷത്ത് കൂടിയാണ് ബൃഹദാരണ്യകോപനിഷത്ത്. പല ഉദാഹരണങ്ങളിലൂടെ ഈ ഉപനിഷത്തിൻ്റെ അവസാനത്തിൽ ചിന്തിക്കുന്നത് സംസാരിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഫോക്കസിങ് പവർ, ആ ഒരു ഫോക്കസിങ് പവറിലൂടെ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ബൃഹദാരണ്യകോപനിഷത്തിൻ്റെ അവസാന ഭാഗത്തിൽ വിശദമാക്കുന്നത്. വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു 45 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ലോകത്തെ ഏറ്റവും വലിയ ഉപനിഷത്തിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ ബൃഹദാരണ്യക ഉപനിഷത്ത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഓർത്തു വെച്ച് പറയുവാൻ കുറച്ച് കാര്യങ്ങളെങ്കിലും ഇപ്പോൾ അറിയാം. അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ പോലുള്ള മഹാവാക്യങ്ങളും അസതോമാ സദ്ഗമയ പോലുള്ള ശാന്തി മന്ത്രങ്ങളും നേതി സിദ്ധാന്തവും അതുപോലെ യാജ്ഞവൽക്യൻ, ഗാർഗി, മൈത്രേയി തുടങ്ങിയ ഉജ്ജ്വലമായിട്ടുള്ള ഋഷി കഥാപാത്രങ്ങളുമെല്ലാം വന്നു ചേരുന്ന ഒന്നാണ് ഈ ബൃഹദാരണ്യകം. ഒരു കാര്യം കൂടി അതിനകത്ത് വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇത് തുടങ്ങുമ്പോൾ ഒരു അശ്വവർണ്ണനയുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ തുടക്കത്തിൽ ഒരു വലിയൊരു അശ്വത്തെക്കുറിച്ച്, ഒരു വളരെ ബൃഹത്തായ മഹത്തായ അനന്തമായ ഒരു അശ്വത്തെക്കുറിച്ച് ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. അത് ഉപനിഷത്ത് ഋഷിമാരുടെ പ്രപഞ്ചാതീതവും പ്രപഞ്ചത്തിനകത്തും പുറത്തുമുള്ള ആ മഹത്തായ ശക്തിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു മഹാ അശ്വത്തെ അവിടെ കൊണ്ടുവരികയാണ്, അതിനെ വ്യാഖ്യാനിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പറയാറുണ്ട്, ഈ ഗംഭീരമായ ഒന്ന് തുടങ്ങുന്നത് അത്രയും ഗംഭീരമായിട്ട് തന്നെ ആയിരിക്കുമെന്ന് പറയും. നമ്മളിപ്പോൾ ഇൻട്രോ എന്ന് പറയാറില്ലേ സിനിമകൾക്കൊക്കെ, വലിയ സിനിമകളുടെയൊക്കെ ഇൻട്രോ എന്ന് പറയുന്നത് പോലെ അത്രയും ഗംഭീരമായൊരു തുടക്കമാണ് ഈ ബൃഹദാരണ്യക ഉപനിഷത്തിന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അരബിന്ദോ മഹർഷിയുടെ സാവിത്രി എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ തന്നെ ലോങ്ങസ്റ്റ് പോയംസിലൊന്നാണ് സാവിത്രി. അത് തുടങ്ങുമ്പോൾ പറയുന്നത് ഒരു ലൈറ്റനിങ് ഫയർ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ പ്രപഞ്ചത്തിലൂടെ കടന്നുപോയി. അത് ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിയവരെല്ലാം എൻലൈറ്റൻഡായി. ഈ വരികൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഉടനെ മനസ്സിലാവും എത്രത്തോളം പ്രൊഫൗണ്ടായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്, എത്രത്തോളം ഡീപ്പറാണ്, എത്രത്തോളം പ്രൊഫൗണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഒരൊറ്റ വരി വായിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മളത് വായിക്കുമ്പോൾ തന്നെ നമ്മളൊരു ധ്യാനാവസ്ഥയിൽ കറണ്ട് പാസ് ചെയ്തു പോകുന്നൊരു അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയും. അതുപോലെ തന്നെയാണ് ബൃഹദാരണ്യക ഉപനിഷത്തിലെ അശ്വവർണ്ണന എന്ന് പറയുന്നത്.